പെങ്ങളുമൊക്കെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കൊറേ നേരമായില്ല എന്റെ പിന്നാലെ കൂടിയിട്ട്. തനിക്കൊക്കെ രണ്ട് കിട്ടാഞ്ഞിട്ടാ. നല്ല മണിക്കൊത്ത പെണ്ണ് വീട്ടിലുണ്ടല്ലോ സാറേ, അതിനെ നോക്കിയാ പോരെ? അനിതയ്ക്ക് സുഖം തന്നെയല്ലേ? ഇനി അനിതേനെ നോക്കി സൂചിപ്പിക്കാൻ വരണ്ട സാറേ. കൊറേ നേരമായി ഇയാളെന്റെ പിന്നാലെ കൂടിയിട്ട്. നാണല്ലോ സാറേ. ഓ, നാണത്തിലൊക്കെ ഇരിക്കുന്നു. നമുക്ക് കാര്യം ഇവിടെ വാടി. ഓരോന്നൊക്കെ കുറ്റിയും പറിച്ച് വന്നു. എന്താ സാർ പ്രശ്നം? ഏയ്, പൊക്കിന് താഴെ കീറി ചുരിദാറും കാലും എന്തോ ഇട്ടോണ്ട് വന്നിട്ട് നമ്മളെന്തോ കീറിയ പോലെ. കളരുത് സാറേ, 2 കിട്ടിന്ന് വരും. 100 നോക്കിയാൽ 2 വീഴുള്ളൂ. ആ, ഇവന് വിവരണ്ട്. ഇതൊക്കെ ശരിക്കും പോണില്ലേ? പോണില്ലേന്നാ പോണത് കണ്ട സാറിന് കൊതി വരും. ഇവരെന്താ എന്താ കത്തപ്പത്തിന്റെ മുഖത്ത് പറ്റി? ഒന്നുമില്ല. ആ, ഫാമിലി ഉണ്ടല്ലോ കൂടെ. വണ്ടിയൊക്കെ ഒതുക്കി വെക്കാം. ഏതായാലും കണ്ടിട്ട് പോ. ഒരു സാധനം ഉണ്ടല്ലോ. തന്നെ കൊല്ലാൻ കൊണ്ടുവന്നോ? ചവിട്ടിയിട്ടിട്ട് ഞാൻ എന്റെ നെഞ്ചത്തി ചവിട്ടാ ഭാഗ്യം. ഏട്ടൻ കൂറേന് ഇപ്പൊ ചേച്ചി എന്തായാലും സുന്ദരിയായിരിക്കും. വാ. ഈ പെയിന്റിംഗ് ഒന്നും തീർന്നില്ലേ സാർ? പെട്ടെന്ന് തീർക്കാം. എങ്ങനെ തീരും? നീ ഒന്ന് കുനിഞ്ഞിട്ട് നീ വരുമ്പോ മണി 5 ആവും. പണിക്കിറങ്ങിയേക്കുന്നു. നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലടാവേ. ഇതുപോലൊരു മുതലിനെ ഞാൻ ആദ്യമായിട്ട് കാണണേ. എന്തോടാ പറഞ്ഞേ? ഞാനങ്ങനെ പോട്ടെ. എനിക്കിതൊന്നും കണ്ടേക്കാൻ വയ്യേ. ആ, അടുത്ത വന്ന് ലാൻഡ് ചെയ്തല്ലോ. വായി നോക്കികള്. എടുത്ത് പോടാ വായി നോക്കി. ആ, ഒരുത്തനെങ്കിലും ഡീസന്റ് ആയിട്ടുണ്ടല്ലോ, സമാധാനമായി. അയ്യോ, അവൻ ഡീസന്റ് അല്ല, കഞ്ചാവടിച്ച് കിളി പോയിട്ട് ഇങ്ങനെയാണ്. അതെ, എല്ലാവരും ഉള്ള സ്ഥിതിക്ക് അതൊന്ന് ഇറക്കാൻ സഹായിച്ച നിങ്ങൾക്ക് പുണ്യം കിട്ടും. ഓക്കെ, നല്ല പിള്ളേരല്ലേ സുലു? എന്നാ കാണാൻ നിൽക്കുവാടി? കേറി പോടിയാത്ത അനുസരിച്ച് ഡീസന്റ്. ഇവൻ 2 പനയോല വെട്ടിയിട്ട് കൊടുക്കും. ചുമ്മാ ആട്ടിക്കൊണ്ട് നിൽക്കാതെ തിന്നോട്ട് നിൽക്കട്ടെ. പിടിച്ചണം. എന്നാ മുഖത്താരാൻ ഡിസ്റ്റേക്ക് കീച്ച പോലുണ്ടല്ലോ. എങ്ങനെ മനസ്സിലായി? രൂപം കണ്ടാൽ അറിയില്ലേ ബോഡിയിലെ പഞ്ചർ? ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞോന്നല്ലേ. അതൊക്കെ നമുക്ക് എങ്ങനെ വേണേലും മാറ്റി അടിക്കാലോ. അയ്യോ, ഒന്ന് മാറിക്കടാവേ. പതുക്കെ പതുക്കെ. ഇതെന്റെ എല്ലാമാണ്, എന്റെ ഹൃദയമാണ്, എന്റെ സുലുവിനെ പോലെ. എന്റെ ഭാര്യ, പിന്നല്ലാതാര്? ഒന്ന് മാറിക്കട ഇറച്ചിക്കട. സ്വയം എന്താ? ബാത്റൂമില്. എന്ത് പറ്റി? ബാത്റൂമിൽ ഒരാള്. സ്വാമി പണി തുടങ്ങി. നിനക്കെന്താ വട്ടാണോ ബാത്റൂം പെയിന്റ് ചെയ്യണം എന്നെ കണ്ട് അലറി വിളിക്കാൻ? നീ ഒന്നും ആണുങ്ങളെ കണ്ടിട്ടില്ലേ? തനിക്കൊന്ന് മിണ്ടിയും പറഞ്ഞു നിന്നൂടെ? ഒറ്റയ്ക്ക് മിണ്ടിയും പറഞ്ഞു വേണ്ട വഴക്കാക്കണ്ട. അടങ്ങ് സ്വയം. നീ ഏതാടാ? താനേതാടോ? ഓ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലേ. ഞാൻ റിട്ടയർഡ് ജനറൽ സുഗണൻ.
ഏറ്റില്ലേ? ഉം. ആരാന്ന് പറഞ്ഞേ? ആ, മനസ്സിലായില്ലല്ലേ? ഞാൻ ഹവീൽദാർ സുഗുണൻ. ആടാ ആയിരിക്കും. ആ, ഇതെന്റെ ഭാര്യ സുലു. ഇത് രണ്ടും എന്റെ പുന്നാര മക്കൾ. ഇതെന്റെ ഭാര്യയുടെ ഒരേ ഒരു അനിയത്തി സ്വയം പ്രഭ. ഞാൻ സ്വയം എന്ന് വിളിക്കും. സ്വയം നിങ്ങൾ പ്രഭ എന്ന് വിളിച്ചാൽ മതി. ഇനി എല്ലാരെയും സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും. പരിചയപ്പെടുത്തും സ്വയം. ആ, സ്വയമല്ല, അവനവൻ പരിചയപ്പെടുത്താൻ. ഞാൻ സാമി, ഇതെന്റെ പാപ്പന്റെ വീടാ. ഞാനാ കാര്യങ്ങളൊക്കെ നോക്കണേ. അവന്റെ ഒരു നോട്ടം. അപ്പല്ല അവനോ? ഞാൻ ശിവൻ, 32 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ജോലി? ദൈവത്തെ ഓർത്ത് വിളിക്കരുത്, ഞാൻ വരൂല. അതെ, നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് ഇറക്കി അകത്ത് വെക്കാൻ സഹായിച്ചാൽ. സഹായിച്ച ഉണ്ട്. ഇവന്മാരൊക്കെ ടാങ്കുകളാന്ന് തോന്നുന്നു. പുറകെ പോകുന്നവൻ സെപ്റ്റി ടാങ്ക്. ഇങ്ങോട്ട് നോക്കണേ. ഓഹോ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ചവിട്ടി കൂട്ടും ഞാൻ. ആഹാ, എന്താ നോക്കണേ? ഓഹോ, അയ്യോ എന്റെ സുമ വീണേ, ഓടി വരണേ. അയ്യോ അയ്യോ, ഓടി വരണേ. അയ്യോ, ഇതിലേക്ക് നോക്കിട്ട് പേടിയാണ്. അയ്യോ അയ്യോ, ധൈര്യമുള്ള ആരെങ്കിലും ഓടി വരണേ. നോക്കിട്ടാണ് പേടിയാണ്. അയ്യോ, ഓടി വരണേ. ധൈര്യമുള്ള ആരെങ്കിലും ഓടി വരണേ. ചാടി മനുഷ്യ ഒന്ന് രക്ഷിക്കേ. മനുഷ്യ ഇട്ടുകൊടുക്കത് മനുഷ്യ അയ്യോ, ഓടി വായോ. ആരെങ്കിലും ഓടി വായോ. അയ്യോ, ഓടി വായോ. ചാടി ഓടിവാ, രക്ഷിക്കണേ. അയ്യോ.